സ്വർണത്തിന്റെ സക്കാത്ത് എല്ലാ അർത്ഥത്തിലും നമ്മൾ അതിനെ സംബന്ധിച്ച് പഠിക്കണം. എത്രയാണ്? 1.5 പവൻ മുതൽക്ക് 1.5 പവനോ അതിലേറെയോ ഒരാളുടെ കയ്യിൽ 1 ഹിജ്റ വർഷം തികഞ്ഞ നിലക്ക് സ്വർണമുണ്ടെങ്കിൽ അവൻ എന്ത് ചെയ്യണം? അതിന്റെ 2.5% അവൻ സക്കാത്ത് കൊടുത്തിരിക്കണം എന്നൊക്കെ സ്വർണത്തിന്റെ കണക്കാണ് കൂട്ടിയാൽ 10-10.5 പവനൊക്കെ ആകുമ്പോൾ എത്രയാ? 10, 11, 12 ലക്ഷത്തോളം ആവുകയാണ്. 12 ലക്ഷത്തോളം ആവുകയാണ്. ആലോചിച്ച് നോക്കണം. അപ്പോ പല ആളുകളും വിൽക്കാനൊക്കെ ആലോചിക്കുന്നുണ്ടാകും. സക്കാത്തിന്റെ സമയമാകുമ്പോൾ വിൽക്കാം, എന്നാ പിന്നെ അത്ര കൊടുക്കണ്ടല്ലോ, അങ്ങനെയുള്ള ആളുകൾ ഉണ്ടാകും. അതേപോലെ തന്നെ ഇതൊക്കെ ആഭരണങ്ങളാക്കിയാണ് വെക്കുക, എന്നാ പിന്നെ ആഭരണത്തിന് സക്കാത്ത് ഇല്ലല്ലോ, ഇങ്ങനെയൊക്കെ പലരും നമുക്ക് ഫത്വ തരുമല്ലോ എന്നൊക്കെ പറഞ്ഞ് പല ന്യായങ്ങൾ പറഞ്ഞ് അത് വിൽക്കുന്നതൊക്കെ കൊള്ളാം. സ്വർണം പലിശക്ക് പണയം വെക്കരുത്. സ്വർണം പലിശക്ക് പണയം വെക്കാതെ അത് വിൽക്കുകയാണ് വേണ്ടത്. എങ്കിൽ എന്ത് ചെയ്യണം? വിൽക്കുന്നത് ഉടമയാവണം. അതും കൂടി ഗൗരവത്തോടുകൂടെ മനസ്സിലാക്കണം. പൊന്നിന്റെ ഉടമയാരാണോ അവർക്കാണത് വിൽക്കാൻ അധികാരം. അല്ലെങ്കിൽ അവരുടെ സമ്മതത്തോടുകൂടെ ആവണം മറ്റുള്ളവരെ അത് വിൽക്കുകയോ അതേപോലെ തന്നെ പലിശയൊന്നുമില്ലാതെ പണയപ്പെടുത്തുകയോ ചെയ്യേണ്ടത്. ആരാണ് ഉടമ? അല്ലെങ്കിൽ ഉടമയുടെ സമ്മതത്തോടെയാണ് ചെയ്യേണ്ടത്. അതല്ലാതെ വേറൊരാൾക്കും മറ്റൊരാളുടെ പൊന്നെടുത്ത് പണയം വെക്കാനോ വിൽക്കാനോ അധികാരമില്ല. ഇക്കാര്യം സ്ത്രീകളും മനസ്സിലാക്കണം, അവരുടെ ഭർത്താക്കന്മാരും മനസ്സിലാക്കണം. പിന്നീട് വാങ്ങിത്തരാമെന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പൊ അത് വിൽക്കാൻ തിടുക്കം കൂട്ടുന്ന ഭർത്താക്കന്മാരും മനസ്സിലാക്കണം. ചതിക്കരുത്. പെണ്ണിന്റെ മോഹമാണ് പൊന്ന്. അതുകൊണ്ട് അവൾക്കണിയാനുള്ള ആഭരണം പിന്നെ വാങ്ങിത്തരാന്ന് പറഞ്ഞിട്ട് ഇപ്പാണ് വിറ്റിട്ട് പിന്നെ ചതിക്കരുത്. അതും ശ്രദ്ധിക്കേണ്ടതുണ്ട്. വാക്കുപാലിക്കലും മുഅ്മിനിന്റെ കടമയാണ് എന്നുള്ളത് കൂടി ചേർത്ത് മനസ്സിലാക്കുക.